ഇന്നത്തെ ദിവസമേ വല്ലാത്തൊരു ദിവസമായി പോയിട്ടോ. വൈകുന്നേരം ആയപ്പോൾ ആ ചായക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണ്ടേ ചേച്ചി ഞാൻ അരിയൊക്കെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴമയുടെ രുചിയാണല്ലോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഞാനത് ശർക്കരയൊക്കെ ഒന്ന് കവറിലിട്ട് കുത്തിപ്പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ മിക്സിയുടെ ജാറിലിട്ടൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതും കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടോ. ചായ കുടിച്ചതിൻ്റെ ശേഷം പെട്ടെന്നാണ് കോൾ വന്നത്, ഏട്ടൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ പിന്നെ പറയണോ, അതിൽ പറഞ്ഞ സന്തോഷം വേറെ ഇല്ലല്ലോ. അങ്ങനെ 2 കൊല്ലത്തിൻ്റെ ശേഷം ഏട്ടൻ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ ആയപ്പോൾ തന്നെ കാർ എടുത്തിട്ട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിധി സേക്കുട്ടിയും കൂടി നടന്നു പോകുന്നുണ്ട്, ഞാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഏട്ടൻ പുറത്തേക്ക് വന്നിട്ടുണ്ട്, ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് അങ്ങനെ പിന്നെ നേരെ പിന്നെ അവിടുന്ന് കാർ എടുത്ത് പോന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. രാവിലത്തെ ഫുഡ് പിന്നെ പുറത്തുനിന്നാണ് കഴിച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത് ഭയങ്കര സന്തോഷമായിട്ടോ, കാരണം ഏട്ടൻ വന്ന് അപ്പോൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച്. പിന്നെ നിധിമോൾക്ക് ഏട്ടൻ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ ഈ ഒരു മാല. അപ്പം നല്ല മാലയാണ്. അങ്ങനെ നിധിമോൾ ഇവിടുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സേക്കുട്ടിക്ക് വേണ്ടിയിട്ട് 2 പിസ്താഷ്യോൻ്റെ കുനാഫ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവളൊന്ന് കറന്ന് അവൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് അവൾ അത് പൊട്ടിച്ച് എല്ലാവരും കൂടി കഴിച്ചാണ്. പിന്നെ ഇത് അവിടെ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ വെച്ചോ, അത് ഫുള്ള് ഇപ്പോൾ തീർക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണിക്കുക, പകുതി എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കാണിച്ചാണ്. അതൊന്നും കഷ്ണം ആൾ തിന്നിട്ടോ. വലിയ ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു കുനാഫ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.